Hi all, good evening. Welcome to Big Learning App and Ernst Academy. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സെഷനുമായിട്ടാണ്. ഓൾറെഡി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ RRBയുടെ കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നായിരുന്നു. നമ്മുടെ RRB JEE ജൂനിയർ എഞ്ചിനീയർ എക്സാം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു എക്സാം ആണ് RRB CMA അല്ലെങ്കിൽ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള എക്സാം. അപ്പം ഓൾറെഡി ഇതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സാംസ് അടുത്ത് വരികയാണ്. നോട്ടിഫിക്കേഷൻ ഏകദേശം വന്നതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാം ഉടനെ തന്നെ എത്തും. ഏകദേശം ഒരു 2-2.5 മന്ത്സ് കൊണ്ട് നമുക്ക് എക്സാം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി ALPയുടെ എക്സാമിന്റെ ഡേറ്റ്സ് ഒക്കെ വരാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെയും വരും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന RRB CMA നമ്മുടെ എക്സാമിന്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. സ്റ്റഡി പ്ലാനും അതിനോടൊപ്പം തന്നെ കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ബിഗ് ലേണിംഗ് ആപ്പിന്റെ ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ സെഷനിലേക്ക് വെൽക്കം. അപ്പൊ നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം RRB CMAയുടെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നതാണ്. ആ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഓൾറെഡി ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 31/10/2025 ഏകദേശം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് 2/12/2025. ഓക്കെ, ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്, അത് നമുക്ക് കളയാം. അപ്പം ഏകദേശം 2/12/2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അന്ന് തൊട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്നാണോ ലാസ്റ്റ് ഡേറ്റ് അത് തൊട്ട് 2 മാസം അല്ലെ 2.5 മാസമാണ് നമ്മൾ എക്സാമിന് വേണ്ടി മാറ്റി വെക്കാറുള്ളത്, അല്ലെ എക്സാം ഡേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പം 2-ാം തീയതിക്ക് ശേഷം ഇന്നിപ്പം 4th ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാംസ് വരാനായിട്ട് 2 മാസം അല്ലെ 2.5 മാസം നമുക്ക് മുന്നിലുണ്ട്. ഈ 2.5 മാസം എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡിസ്കഷനിൽ വരേണ്ടത്. ഓക്കെ, അപ്പം ഓൾറെഡി RRB CMA നോട്ടിഫിക്കേഷൻ പറഞ്ഞ കുറെ കാര്യങ്ങളോട് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചിരുന്ന പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ മെറ്റീരിയൽ സൂപ്പർഡന്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അവിടെ ലെവൽ ഓഫ് പേ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലെവൽ 6 ആണ്. അത് 37,400 ആണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്. ദെൻ ഏജ് ലിമിറ്റ് 18 തൊട്ട് 33 വരെയായിരുന്നു. ഇവിടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 2569 എന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ 2569 വേക്കൻസീസിന് വേണ്ടിയാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ മത്സരത്തിൽ മുന്നിലെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാമിന്റെ RRB CMAയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും RRB ആണെങ്കിലും അതുകൂട്ട് തന്നെ SSC ആണെങ്കിലും എക്സാമിന്റെ പാറ്റേണെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2 എക്സാം കാൻഡിഡേറ്റ് എഴുതേണ്ടതായിട്ടുണ്ട്. ഒന്ന് CBT 1, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, അതുകൂട്ട് തന്നെ CBT 2 എഴുതേണ്ടതായിട്ടുണ്ട്. CBT 1 പാസ്സായാൽ മാത്രമേ CBT 2 നമുക്ക് എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പം ഈ പറയുന്ന RRB CMAയുടെ CBT 1ന്റെ സിലബസിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ്, then 2 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, 3 ജനറൽ അവയർനെസ്, 4 ജനറൽ സയൻസ്. ഇങ്ങനെയുള്ള 4 മെയിൻ ടോപ്പിക്സ് ആണ് നമുക്കിവിടെ ഈ പറയുന്ന എക്സാമിന് സിലബസിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് കൂട്ട് ഈ 4 ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സ് നിന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ 30 മാർക്കാണ് CBT 1 മാത്തമാറ്റിക്സ്. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന്റെ മാർക്സ് 25 മാർക്കാണ്. ജനറൽ അവയർനെസ് നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന്റെ മാർക്ക് 15 മാർക്കാണ്. ദെൻ ജനറൽ സയൻസിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്കിന്റെ. അങ്ങനെ ടോട്ടലി 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ CBT 1 ഫേസ് ചെയ്യേണ്ട എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈമിനെ കുറിച്ച് പറയുവാണെങ്കിൽ 90 മിനിറ്റ് ആണ് നമുക്ക് ഈ എക്സാം എഴുതാനായിട്ടുള്ളത്. അപ്പം 100 ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്യേണ്ടത് 90 മിനിറ്റ് കൊണ്ടാണ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റും കുറച്ച് സെക്കൻഡ്സും മാത്രമേ എനിക്ക് ലഭിക്കത്തുള്ളൂ എന്നാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ കാണുന്ന 4 ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും 1 മിനിറ്റ് മാക്സിമം നമുക്ക് 1 മിനിറ്റ് നിർത്താം. 1 മിനിറ്റ് കൊണ്ട്
ഞാൻ അതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 4 ടോപ്പിക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും +2 അല്ലെങ്കിൽ NCERT-യുടെ 10th സ്റ്റാൻഡേർഡ് ബേസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ എക്സാമിന് കട്ട് ഓഫ് വന്ന് പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും അടുത്ത എക്സാമിലേക്ക് പോകും. അത് CBT 2 ആണ്. CBT 2-ൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 150 മാർക്കിന്റെ. ഇതിൽ ആദ്യം വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 ആണ്, 15 മാർക്കിനാണുള്ളത്. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. ഇത് ഓൾറെഡി നമ്മൾ CBT 1-ല് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വരുന്നതിൽ നിന്നും ഫിസിക്സും കെമിസ്ട്രിയുമാണ് CBT 2-നുള്ളത്. അത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 മാർക്കിന്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് 10 ക്വസ്റ്റ്യൻ, ദെൻ 10 മാർക്കിന്. ദെൻ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻ, 10 മാർക്കിന്. ദെൻ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് 100 മാർക്കിന്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്. അങ്ങനെ ടോട്ടലി 150 ക്വസ്റ്റ്യൻസ് 150 മാർക്കാണ്. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്, 120 മിനിറ്റ്സ് ആണ്. 120 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത. അപ്പോൾ CBT 1-ഉം CBT 2-നെയും കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ എഴുതി തീർക്കേണ്ട ഒരു പരീക്ഷയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ നന്നായിട്ട് ഈ പറയുന്ന ടോപ്പിക്സ് നമുക്ക് അറിയത്തില്ലെങ്കിൽ ഒരിക്കലും എക്സാമിന് എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് എക്സാം പാറ്റേണിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പൊ എൻഡ് ആയ സ്ഥിതിക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന CBT 1 എക്സാം ആണ്. ഒരു 2 മാസത്തിനകം നമുക്ക് CBT 1 എക്സാം കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. അപ്പം സ്വാഭാവികമായിട്ടും CBT 1 ആണ് നമ്മുടെ ഫോക്കസിലേക്ക് ഇപ്പൊ എത്തേണ്ട കാര്യം. കാരണം CBT 1-ന്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമേ CBT 2-ന്റെ എക്സാം ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാക്സിമം പഠിക്കേണ്ടത് എന്തിനായിരിക്കും? ഈ CBT 1 എങ്ങനെ എനിക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ CBT 1-ന്റെ ക്രാക്കിങ്ങിനെ കുറിച്ചാണ്. അതിനുള്ള സ്റ്റഡി പ്ലാനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിനു മുമ്പായിട്ട് നമുക്കറിയേണ്ടത് ഈ RRB CMA-യുടെ സിലബസ്. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് 4 ടോപ്പിക്സ് ആണ് CBT 1-ലുള്ളത്, ഇത്രയും ടോപ്പിക്സ് ആണ് CBT 2-ലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ RRB CMA എക്സാമിന് സിലബസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സിലബസ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതിനകത്തെ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ആദ്യം വരുന്നത് അനലോഗീസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്, ടോപ്പിക് ആണ്. ദെൻ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. ദെൻ പസിൽസ്, സിലോഗിസം, ദെൻ ഡയറക്ഷൻസ്, ബ്ലഡ് റിലേഷൻസ്, റാങ്കിങ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്. ഇത്രയാണ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയാം. അതേ കൂട്ട് തന്നെ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു വാസ്റ്റ് സിലബസ് എന്ന് പറയാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് 30 മാർക്കിനാണുള്ളത്. അതേ കൂട്ട് തന്നെ ഈ പറഞ്ഞ റീസണിങ്ങും നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ തൊട്ടു മുമ്പിൽ പറഞ്ഞപ്പോൾ റീസണിങ് പറഞ്ഞിരുന്ന റീസണിങ് ഇന്റലിജൻസും 25 മാർക്കാണുള്ളത്. മാത്തമാറ്റിക്സ് 30 മാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ട ഈ മാത്തമാറ്റിക്സ് 30 മാർക്കിന്റെ ആയതുകൊണ്ട് തന്നെ അതിന് വെയിറ്റേജ് കൂടുതലാണ്, ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ആദ്യം വരുന്നത് ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നീട് ജിയോമെട്രി, ദെൻ ട്രിഗ്നോമെട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, then simple and compound interest, then LCM, HCF, pipes and cistern, boats, streams, data interpretation. ഇത്രയാണ് നമുക്ക് മാത്തമാറ്റിക്സിലുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം മാത്തമാറ്റിക്സിൽ നല്ല രീതിയിലുള്ള ഒരു ടോപ്പിക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സമയമെടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം ഈ 2 ഭാഗവും നമ്മൾ കുറച്ചൊക്കെ ചെയ്തു പഠിക്കേണ്ട ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ദെൻ സിലബസിലെ 3-ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് മെയിൻലി കറണ്ട് അഫയേഴ്സ് ആണ്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഒരു 6 മന്ത്സിന്റെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അതേ കൂട്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക് ഡെവലപ്മെന്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, അവാർഡ്സ്, ബുക്സ്. ഇത്രയാണ് നമുക്ക്
മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന സബ് ടോപ്പിക് അണ്ടർ ജനറൽ അവയർനെസ്. അപ്പം ജനറൽ അവയർനെസ്സും വളരെ നല്ല രീതിയിൽ ചോദിക്കുന്നത് 15 മാർക്കിനാണ് നമുക്ക് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ സയൻസ് ആണ്. 30 മാർക്കിന്റെ ടോപ്പിക് ആണ്. അതിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th 12th ലെവൽ അല്ലെങ്കിൽ NCERT-യുടെ 10th ലെവൽ വരെ എന്ന് പറയാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 30 മാർക്ക് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം 10 മാർക്ക് ഫിസിക്സിന്, 10 മാർക്ക് കെമിസ്ട്രിക്ക്, 10 മാർക്ക് ബയോളജിക്ക്. അങ്ങനെ ആവണമെന്നില്ല. ഒരുപക്ഷെ ഫിസിക്സിന് 8 മാർക്ക് 8 ക്വസ്റ്റ്യൻ ആയിരിക്കാം, കെമിസ്ട്രിക്ക് ചിലപ്പോൾ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അങ്ങനെ വേരിയേഷൻ ഉണ്ടാവാം. എങ്കിലും ടോട്ടലി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഞാൻ CBT1 എക്സാം എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ജനറൽ സയൻസിൽ നിന്നും അതേ കൂട്ട് തന്നെ മാത്തമാറ്റിക്സിൽ നിന്നുമുള്ള 30 മാർക്ക് അല്ലെ. 30 60 ഉണ്ട്. ജനറൽ അവയർനെസ്സിൽ നിന്നും 15 മാർക്കേ ഉള്ളൂ. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ RRB CMA-യുടെ സിലബസ് എന്ന് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് സിലബസ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ പഠനത്തിൽ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ സിലബസ് ഡിസ്കഷന് ശേഷം നമുക്ക് പറയേണ്ടത് ഇനിയും എങ്ങനെ ഈ സിലബസ് എനിക്ക് കവർ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെക്കുന്നത് ഒരു 60 days സ്റ്റഡി പ്ലാൻ ആണ്. ഇതിന് 2 ഫേസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഫേസ് 1-നെ കുറിച്ചാണ്. ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ട ഫുൾ സബ്ജക്ട് കവറേജും കൂടാതെ അതിന്റെ പ്രാക്ടീസും ഉൾപ്പെടുന്നതിനെയാണ് ഞാനിപ്പോൾ ഫേസ് 1 എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസ് 1, എന്റെ സ്റ്റഡി പ്ലാനിന്റെ ഫേസ് 1 എന്ന് പറയുന്നത് ഡേ 1 തൊട്ട് 45 വരെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു 60 days ആണ്. അതിൽ 60 days 1 തൊട്ട് 45 ദിവസം വരെ ഫേസ് 1 ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനകത്തെ ഫേസ് 1-ലേക്ക് കടക്കുകയാണ്. ഫേസ് 1-ൽ ആദ്യം വരുന്ന വീക്കിൽ ആദ്യത്തെ 1 തൊട്ട് 3 വരെയുള്ള വീക്ക്, 3 ആഴ്ചകളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മാത്തമാറ്റിക്സ് ടോപ്പിക്സ് ആയിരിക്കും. എന്റെ CMA സിലബസിന്റെ മാത്തമാറ്റിക്സ് ടോപ്പിക്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ 1 തൊട്ട് 3 വരെയുള്ള ഡേയ്സിൽ ഞാൻ മാത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം റാഷണൽ ഓർ ഇറാഷണൽ നമ്പേഴ്സ്, ദെൻ ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, ഓർഡർ ഓഫ് ഓപ്പറേഷൻ. ഇതായിരിക്കണം എന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് മാത്തമാറ്റിക്സിന്റെ ആദ്യ ഭാഗം. അടുത്ത ദിവസം 4 തൊട്ട് 6 വരെയുള്ള ദിവസം ഞാൻ അൾജിബ്ര, പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നു. ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് അൾജിബ്രിക് ഐഡന്റിറ്റീസ്, then linear equations, percentage concepts, direct or inverse proportion. ഇതാണ് ഞാൻ അവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് 7 തൊട്ട് 9 വരെയുള്ള ദിവസമാണ് 15 ദിവസത്തിലെ. അതിലെ ആദ്യം വരുന്നത് മെൻസുറേഷൻ ആൻഡ് ജോമെട്രി എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് ടോപ്പിക്സ് വരുന്നത് ഏരിയ ആൻഡ് വോളിയം ഓഫ് 2 dimensional 3 dimensional shapes which is square, triangle, sphere, കോൺ, ദെൻ ബേസിക് തിയറംസ്. ഇതാണ് അവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോകുന്നത് 10 തൊട്ട് 12 വരെയുള്ള ദിവസങ്ങളിലേക്കാണ്. ഇവിടെ ഞാൻ പഠിക്കുന്നത് ട്രിഗണോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയ ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഐഡന്റിറ്റീസ്, ദെൻ സോൾവിംഗ് പ്രോബ്ലംസ് ഓൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഇതാണ് 12-ാം ദിവസം കൊണ്ട് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. പിന്നീടുള്ളത് 13 തൊട്ട് 15 ഏറ്റവും മാത്തമാറ്റിക്സിന്റെ ഏറ്റവും അവസാനത്തെ ഡേയ്സിലേക്ക് പോവുകയാണ്. അവിടെ ഞാൻ പഠിക്കുന്നത് ടൈം ആൻഡ് വർക്ക് ആണ്. കൂടാതെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, SI ആൻഡ് CA which means സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിനകത്ത് വരുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് വരും. ദെൻ സ്പീഡ്, ഡിസ്റ്റൻസ്, ട്രെയിൻ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ എന്റെ 15 ദിവസം 60 ദിവസത്തിലെ തീരും. ഇതുകൊണ്ട് ഞാൻ മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിയും. മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിയും. അപ്പോൾ എനിക്ക് 30 മാർക്കിന്റെ ഒരു വലിയ ഭാഗം മാറി കിട്ടുകയാണ്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ഭാഗം ഞാൻ 3 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 3 ആഴ്ച എന്ന് പറഞ്ഞാലും അതിൽ 15 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്നത്. 15 ദിവസം കൊണ്ട് ഈ പറയുന്ന 30 മാർക്കിനുള്ള മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ടോപ്പിക്ക്
പഠിച്ചു കഴിയും. നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് കൊണ്ടുവരാനാണ് അല്ലെ നമ്മൾ ഈ പറയുന്ന കൂട്ട് ഒന്ന് പ്രാക്ടിക്കലി കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് 1 തൊട്ട് 15 വരെയുള്ള ദിവസം കൊണ്ട് നമ്മുടെ CMA സിലബസിന്റെ മാത്തമാറ്റിക്സ് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത പോകുന്നത് ബാക്കിയുള്ള ഭാഗത്തേക്കാണ്. അടുത്ത വീക്ക് 4 to 6 അല്ലെങ്കിൽ 4 തൊട്ട് 6 വരെയുള്ള ആഴ്ചകളിലേക്ക് മാറുകയാണ്. അത് അടുത്ത 15 ദിവസമാണ്. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ സയൻസ് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി മാത്തമാറ്റിക്സ് നിന്ന് 30 മാർക്കും ജനറൽ സയൻസ് നിന്ന് 30 മാർക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് 30 മാർക്ക് പഠിക്കാൻ വേണ്ടി 15 ദിവസം കൊടുക്കുകയാണ്. 60-ലെ ഓൾറെഡി 15 പോയി, അതിനോടൊപ്പം പ്ലസ് 15 വരികയാണ്. അതില് ഞാൻ ആദ്യം ചെയ്യുന്നത് 16 തൊട്ട് 18 വരെയുള്ള ദിവസങ്ങളിൽ ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അവിടുത്തെ മെയിൻ മെക്കാനിക്സ് ആൻഡ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗം. ഇതിൽ വരുന്നത് മോഷൻ, ദെൻ ഫോഴ്സ്, ലോസ് ഓഫ് ന്യൂട്ടൺ, ദെൻ വർക്ക്, എനർജി, പവർ, ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് ഇവിടെ വരുന്നത്. ഇതാണ് ഞാൻ 16 തൊട്ട് 18 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ നോക്കുന്നത്. ദെൻ അടുത്തത് 19 തൊട്ട് 21 വരെയുള്ള ദിവസമാണ്. ഇവിടെ പഠിക്കുന്നത് വീണ്ടും ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സിന്റെ ഹീറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ലേറ്റന്റ് ഹീറ്റ്, സൗണ്ട് വേവ്സ്, ഓംസ് ലോ, സർക്യൂട്ട്സ്, മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇത്രയാണ് അവിടെ വരുന്ന മെയിൻ ടോപ്പിക്സ്. അങ്ങനെ 21 ദിവസങ്ങൾ കൊണ്ട് ഫിസിക്സിന്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ 16 തൊട്ട് 21 ദിവസം കൊണ്ട് ഞാൻ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നോക്കുമ്പോൾ 30 മാർക്കിനകത്ത് 10 മാർക്കാണ് ഫിസിക്സ് എങ്കിൽ ഞാനിപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നത് 6 ദിവസമാണ്. ഓക്കെ, അടുത്ത ജനറൽ സയൻസിലെ അടുത്ത സാധനം അടുത്ത ടോപ്പിക് കെമിസ്ട്രി ആണെന്നറിയാം. അതിനുവേണ്ടി 22 തൊട്ട് 24 വരെയുള്ള ദിവസം ഉപയോഗിക്കുകയാണ്. ഇവിടെ വരുന്ന മെയിൻ ടോപ്പിക്ക് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് അറ്റോമിക് നമ്പേഴ്സ്, വാലൻസി, പീരിയോഡിക് ടേബിൾ ബേസിക്സ്, ദെൻ ബാലൻസിങ് ഇക്വേഷൻസ്, ആസിഡ് ബേസ് തിയറി എന്നുള്ള ഭാഗമാണ് കെമിസ്ട്രിയിലെ മെയിൻ ഭാഗമായിട്ട് ഇവിടെ വരുന്നത്. അടുത്ത 25 തൊട്ട് 27 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കൂടാതെ കാർബൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്, കോമൺ ഓർസ്, ദെൻ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഹൈഡ്രോ കാർബൺസ് വരാം, അലോട്രോപ്സ് വരാം. ഇതിനകത്തെ ഓർസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ 27 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 22 തൊട്ട് 27 ദിവസങ്ങൾ കൊണ്ട് എനിക്ക് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറെഡി ഫിസിക്സ് കംപ്ലീറ്റ് ആയി, കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഇനിയുള്ള ദിവസങ്ങൾ 28 തൊട്ട് 30 വരെയുള്ള ദിവസം ഞാൻ കൊടുക്കുന്നത് ബയോളജി പഠിക്കാൻ വേണ്ടിയാണ്. സെൽ ആൻഡ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ഭാഗം, അതിനകത്ത് എല്ലാം വരും. സെൽ സ്ട്രക്ചർ വരുന്നുണ്ട്, പ്ലാന്റ് ആനിമൽ സ്ട്രക്ചർ ആണ് അതിനകത്ത് വരുന്നത്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഡൈജസ്റ്റീവ് ഓർ സർക്കുലേറ്ററി സിസ്റ്റം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ സയൻസ് 30-ാം ദിവസം കംപ്ലീറ്റ് ആവും. ഇങ്ങനെ 15 ദിവസം കൊണ്ട് ഞാൻ വീണ്ടും 30 മാർക്കിനുള്ള സാധനം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ടോട്ടലി എക്സാമിന്റെ ഭൂരിഭാഗം പോർഷൻ എന്ന് പറഞ്ഞാൽ 60%, 60 മാർക്ക് നമ്മൾ 30 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. അതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലെ മറ്റൊരു പ്രത്യേകത. ആദ്യത്തെ 6 ആഴ്ച കൊണ്ട് 60 മാർക്ക് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 60 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ അടുത്ത പോകേണ്ടത് നമുക്കറിയാം വീക്ക് 7ലേക്ക് പോകുകയാണ്. സ്വാഭാവികമായിട്ടും സിലബസിൽ 40% ബാക്കി കിടക്കുകയാണ്. അതിന്റെ ഞാൻ വീക്ക് 7ൽ ഉദ്ദേശിക്കുന്നത് 10 ദിവസമാണ് എടുത്തിരിക്കുന്നത്. അത് പഠിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ നമുക്കറിയാം 25 മാർക്കാണ് എനിക്ക് സിലബസിലുള്ള വെയിറ്റേജ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 31 തൊട്ട് 33 വരെയുള്ള ദിവസം ഞാൻ വെർബൽ റീസണിങ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനകത്ത് വരുന്നത് അനലോഗിസ് വരും, സീരീസ്, നമ്പർ, ആൽഫബറ്റ്സ് വരുന്നുണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, കീ ഏരിയ ആണത്. അതാണ് 31 തൊട്ട് 33 വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ 34 തൊട്ട് 36 വരെയുള്ള ദിവസം നോൺ വെർബൽ റീസണിംഗ് ആണ്, വിച്ച് ഈസ് വെൻ ഡയഗ്രാംസ്, സിലോഗിസം, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്. മെയിൻ ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് വരുന്ന ഭാഗമാണ് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ 34 തൊട്ട്
36 ദിവസം. ദെൻ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. 37 തൊട്ട് 40 വരെയുള്ള ദിവസത്തിൽ ഡേറ്റ ആൻഡ് അനലിറ്റിക്കൽ റീസണിലേക്ക് പോകുന്നു. അവിടെ പഠിക്കേണ്ടത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ടേബിൾസ്, ഗ്രാഫ്സ്, സഫിഷ്യന്റ് ഡേറ്റ, ദെൻ ജംബിൾഡ് പ്രോബ്ലംസ്. ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ്. ഇങ്ങനെ 31 തൊട്ട് 40 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് 25 മാർക്കിന്റെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ RRB CMA സിലബസിന്റെ 85% കംപ്ലീറ്റ് ആയി. 85 മാർക്കിനുള്ള ടോപ്പിക്സ് നമ്മൾ 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാരണയായിട്ട് നടക്കുന്ന എക്സാമില് കട്ട് ഓഫ് മാർക്ക് വരുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 85 എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്കോർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. 40 ദിവസം കൊണ്ട് 85 മാർക്കിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ബാക്കിയുള്ളത് ഒരു 15 മാർക്കിന്റെ ഭാഗമാണ്. ആ 15 മാർക്കിന്റെ ഭാഗത്തിന് 15 മാർക്ക് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ദിവസവും വളരെ ചെറുതാണ്. 5 ദിവസം, അടുത്ത വീക്ക് 8 എത്തി, അവിടുത്തെ 5 ദിവസമാണ് 15 മാർക്കിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. ജനറൽ അവയർനെസ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. അതിലെ 41 തൊട്ട് ആദ്യത്തെ 41 തൊട്ട് 42 ദിവസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ടോപ്പിക്ക് വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. ലാസ്റ്റ് 6 മന്ത്സിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. 6 മാസത്തെ, ലാസ്റ്റ് 6 മാസത്തെ. അത് മെയിൻ ആയിട്ട് പോകേണ്ടത് ഫോക്കസ് ഓൺ അവാർഡ്സ്, സ്പോർട്സ്, മേജർ അപ്പോയിന്റ്മെന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ്. ദെൻ ഇന്റർനാഷണൽ ഇവന്റ്സ് തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ 42-ാം ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 43-ാം ദിവസം ഇൻഡിവിജ്വലി എടുക്കുകയാണ്. ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അവിടെ വരുന്നത് ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, റിവേഴ്സ്, മൗണ്ടൻസ്, ദെൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഹൈലൈറ്റ്സ്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്. 43-ാം ദിവസമാണ് ഇപ്പോൾ സംസാരിച്ചത്. 44-ാം ദിവസം നമ്മൾ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയാണ്. അവിടെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് ആണ്. പ്രിയാമ്പിൾ വരും, അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നുണ്ട്, ബഡ്ജറ്റ് വരുന്നുണ്ട്, കോമൺ എക്കണോമിക് ടേംസ് വരുന്നുണ്ട്. ഇത്രയും പഠിച്ച് 44-ാം ദിവസം കൊണ്ട് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് നമുക്ക് പഠിച്ചു കഴിയാം. 45-ാം ദിവസം നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി, കൾച്ചർ, ഈ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ വരുന്നത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇമ്പോർട്ടന്റ് കൾച്ചറൽ സൈറ്റ്സ് ആൻഡ് ഇവന്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നതാണ്. പക്ഷേ 15 മാർക്കാണ് ഉള്ളതെങ്കിലും വളരെ എളുപ്പം പഠിച്ച് തീർക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ 45 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ എക്സാമിന്റെ കംപ്ലീറ്റ് സിലബസ് ഫോക്കസ് ചെയ്ത് ക്ലിയർ ആക്കി നന്നായിട്ട് പഠിച്ചു കഴിയും. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഈ 45 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മളുടെ മെയിൻ സിലബസ് പഠിച്ചു തീരുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ 60 ഡേയ്സിന്റെ ആണ്. അത് നമ്മൾ ആരും ഫോക്കസ് ചെയ്യാത്ത, ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്തിന് വേണ്ടിയാണ് അടുത്ത 15 ദിവസം നമുക്ക് വേണ്ടത്. അപ്പോൾ മാത്തമാറ്റിക്സ് 15 ദിവസം കൊണ്ടും, ജനറൽ സയൻസ് 15 ദിവസം കൊണ്ടും, ദെൻ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 10 ദിവസം കൊണ്ടും, ദെൻ ജനറൽ അവയർനെസ് 5 ദിവസം കൊണ്ടും, അങ്ങനെ ടോട്ടലി 45 ദിവസം കൊണ്ട് നമ്മുടെ CMA സിലബസിന്റെ മൊത്തം ഭാഗവും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി പ്ലാന്റെ പ്രത്യേകത. ഓക്കെ, ഇനിയും എന്റെ കയ്യിൽ ഒരു 15 ദിവസമുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഫേസ് 1-ൽ കൂടിയായിരുന്നു. സബ്ജക്ട്സ്, ടോപ്പിക്സ് പഠിക്കുക, അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫേസ് 1-ന്റെ പ്രത്യേകത. അടുത്ത 15 ദിവസം ഞാൻ പോകുന്നത് ഫേസ് 2-ലേക്കാണ്. ഫേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് പക്ക റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിന് വേണ്ടിയാണ് ഫേസ് 2 നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ വരുന്നത് ഡേ 46 തൊട്ട് 60 വരെയാണ്. 15 ദിവസമാണ് ഫേസ് 2-ൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ എക്സാമിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആവാൻ പോകുന്ന ടൈമാണ് ഈ 15 ദിവസം എന്ന് പറയുന്നത്. ഫേസ് 2-ല് ആദ്യത്തെ 46-ാം ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുകയാണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് 1 ആണ്. നമ്മുടെ സമയം എത്രയാണ് എക്സാമിന്റെ? 90 മിനിറ്റ് ആണ്. അത് ആ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കണം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. 46-ാം ദിവസമാണ് എനിക്ക് മോക്ക് ടെസ്റ്റ്. പഠിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം മോക്ക് ടെസ്റ്റ്. ഓക്കെ, 47-ാം ദിവസം ഞാൻ ഈ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോക്ക് ടെസ്റ്റ് 1-ല് എനിക്ക് കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട്
റോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ലാത്തതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അനാലിസിസ്. കൂടാതെ ആൻസർ കിട്ടിയ പല സാധനങ്ങളും കാണും അല്ലെ, അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെയധികം സമയം എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാരണമുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അനാലിസിസ് 47-ാം ദിവസം. അടുത്ത 48-ാം ദിവസം ഞാൻ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായി കുറച്ചൊക്കെ തെറ്റുകൾ പറ്റി, അതിന്റെ എറർ കറക്ഷൻ ദിവസമാണ് 48 എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് മാത്തമാറ്റിക്സിന്റെ റിവിഷൻ ഫോക്കസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അവിടെ മോക്ക് 1-ൽ ഉണ്ടായ മാത്തമാറ്റിക്സിന്റെ വീക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് 48-ാം ദിവസം, അത് പഠിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ 49-ാം ദിവസം എന്ന് പറയുന്നത് വീണ്ടും എറർ കറക്ഷൻ ആണ്. ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ജനറൽ സയൻസിന്റെ ഏതൊക്കെയാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 49-ാം ദിവസം ഉപയോഗിക്കാൻ പോകുന്നത്. 50-ാം ദിവസം വീണ്ടും അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് പോകുകയാണ്. മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് 2 ആണ്. വീണ്ടും 90 മിനിറ്റിന്റെ എക്സാം ആണ് നടക്കുന്നത്. അപ്പോൾ 50-ാം ദിവസം ഞാൻ 50 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ 2 മോക്ക് ടെസ്റ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ 51-ാം ദിവസം സ്വാഭാവികമായിട്ടും അനാലിസിസ് ആവും. അനാലിസിസില് ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റ് മൊത്തത്തിൽ നോക്കിയിട്ട് എന്തെങ്കിലും വീണ്ടും തെറ്റുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ട് മുമ്പിൽ നടന്നതിനെക്കാട്ടിലും കുറവായിരിക്കും എനിക്ക് മോക്ക് ടെസ്റ്റ് 2-ൽ തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മുടെ വിജയം. ഓക്കെ, ദെൻ 52-ാം ദിവസം ഈ ഉണ്ടായ തെറ്റുകൾ വീണ്ടും ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എറർ കറക്ഷൻ ഡേ ആണ്. കൂടാതെ ഇവിടെ നമ്മൾ ഓൾറെഡി മാത്തമാറ്റിക്സും ജനറൽ സയൻസും ഒന്ന് റിവിഷൻ എടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് 1 കഴിഞ്ഞപ്പോൾ. മോക്ക് ടെസ്റ്റ് 2 കഴിയുമ്പോൾ റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഒന്നും കൂടി റിവിഷൻ കൊടുക്കുകയാണ്. ബിഗ് ടോപ്പിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 52-ാം ദിവസം. 53-ാം ദിവസം ഞാൻ ഇന്റഗ്രേറ്റഡ് റിവിഷൻ ആണ്. ഇവിടെ പെട്ടെന്ന് നമ്മൾ ഈ മാത്തമാറ്റിക്സിന്റെ ഫോർമുലാസ്, സയൻസ് കൺസെപ്റ്റ്, ബയോളജിയുടെ കെമിസ്ട്രിയുടെ ഒക്കെ മെയിൻ കൺസെപ്റ്റ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഇന്റഗ്രേറ്റഡ് റിവിഷൻ എന്ന രീതിയിൽ 53-ാം ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് 54-ാം ദിവസത്തിലാണ്. 54-ാം ദിവസവും വീണ്ടും ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്റഗ്രേറ്റഡ് റിവിഷൻ തന്നെയാണ്. അത് വരുന്നത് നമ്മുടെ ഫിസിക്സിന്റെ അല്ലെ, കെമിസ്ട്രി ബയോളജി പറഞ്ഞു, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ലോസ്, യൂണിറ്റ്സ്, കൂടാതെ റീസണിങ്ങിന്റെ ഷോർട്ട് കട്ട്സ്, അതായത് ബ്ലഡ് റിലേഷൻ, കോഡിംഗ്, ഇങ്ങനെയുള്ളതിന്റെ ഷോർട്ട് കട്ട്സ് പഠിക്കാൻ വേണ്ടിയാണ് 54-ാം ദിവസം ഞാൻ ഉപയോഗിക്കുന്നത്. 55-ാം ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് വീണ്ടും 3-ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് വരികയാണ്. മോക്ക് ടെസ്റ്റ് ഏകദേശം നമ്മുടെ 3 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. 90 മിനിറ്റ് ഉള്ള 3-ാമത്തെ മോക്ക് ടെസ്റ്റ് 55-ാം ദിവസം നമ്മൾ എടുക്കുന്നു. 56-ാം ദിവസം സ്വാഭാവികമായിട്ടും അതിന്റെ അനാലിസിസ് ആണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എല്ലാ തെറ്റുകളും തിരുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും 3 എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് എന്തെങ്കിലും എറേഴ്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് 56-ാം ദിവസത്തെ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 57-ാം ദിവസം നമ്മൾ റിവിഷനിലേക്ക് പോവുകയാണ്. 57-ഉം 58-ഉം ദിവസങ്ങളിൽ നമ്മൾ റിവിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ 57-ാം ദിവസം ഫൈനൽ മെഗാ റിവിഷൻ ആണ്. നമ്മൾ പഴയ എല്ലാ കാര്യങ്ങളും, നമ്പർ സിസ്റ്റം, സെൽ സ്ട്രക്ചർ, കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു. 58-ാം ദിവസവും ഈ ചെയ്യുന്ന റിവിഷനകത്ത് 50 തൊട്ട് 60 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് ഏതൊന്നുമില്ല, ഏത് ടോപ്പിക്കിൽ നിന്നും കയറി വന്നോട്ടെ, 50 തൊട്ട് 60 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്പീഡ് ആൻഡ് ആക്യുറസി കൂട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു റിവിഷൻ ആണ് നമ്മൾ 58-ാം ദിവസം ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ സ്പീഡ് ആൻഡ് ആക്യുറസിക്ക് നമ്മുടെ ഈ എക്സാമിൽ വളരെയധികം ആവശ്യമുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ 58-ാം ദിവസമാണ് ഈ റിവിഷൻ നടക്കുന്നത്. 59-ാം ദിവസം ലൈറ്റ് റിവ്യൂ ആണ്, കാരണം എക്സാമിലേക്ക് അടുത്തു. ഓക്കെ, ഈ സ്റ്റഡി പ്ലാൻ ഞാൻ 60 ദിവസത്തെയാണ് പറഞ്ഞെങ്കിൽ 61-ാം ദിവസം നിങ്ങളുടെ എക്സാം ആയിരിക്കും എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ചേഞ്ച് വരുത്തുവാണെങ്കിൽ ആ രീതിയിലായിരിക്കണം ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ 59-ാം ദിവസം ലൈറ്റ് റിവ്യൂ ആണ്. അത് ഫൈനലായിട്ട് നമ്മുടെ നോട്ടും ഫോർമുലാസും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോകാനും, കൂടാതെ നമ്മൾ അങ്ങനെ പേടിക്കാനോ ഒന്നും പോകുന്നില്ല. കാമായിട്ട് നമ്മുടെ പുതിയതൊന്നും പഠിക്കാൻ പാടില്ല. ഈ സമയത്ത് പഴയ കാര്യങ്ങളോട് ചെറുതായിട്ട് ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് പോകാൻ വേണ്ടിയാണ് ലൈറ്റ് റിവ്യൂ. ആണ് 59th ഡേ. 60th ഡേ റെസ്റ്റ് ഡേ ആണ്, കാരണം 61st ഡേ എക്സാം ആണെന്ന് മനസ്സിലാക്കണം. അപ്പം റെസ്റ്റ് ഡേയിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല, എല്ലാം റെസ്റ്റ് എടുത്ത് മെന്റൽ പ്രിപ്പറേഷൻ ഡേ ആണ്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. കാരണം 60-ാം ദിവസം എത്തി നിൽക്കുന്ന നമ്മൾ ഇപ്പോൾ ഓൾറെഡി
എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി എന്ന അവസ്ഥയിൽ നമ്മൾ കാമായിട്ടിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ 60 ഡേയ്സ് പക്ക അല്ലെ പക്ക സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ സ്റ്റഡി പ്ലാൻ അവതരിപ്പിച്ചുള്ളത്. മാക്സിമം ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. എന്നാണോ എക്സാം ഡേറ്റ് വരുന്നത്, ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞതിന് ശേഷം എക്സാം ഡേറ്റ് വരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിൽ കൂടുതൽ ദിവസങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ മാറ്റാൻ പറ്റുമോ അവിടെ എല്ലാം മാറ്റണം. ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തേ പഠിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് പഠിക്കരുത്. സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് തീർക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് അവസാന തെറ്റുകളെല്ലാം തിരുത്തി 0 എററിൽ എത്താൻ പറ്റും. 0 എറർ എത്തുമ്പോൾ നിങ്ങൾക്ക് എക്സാമിലേക്ക് നേരിട്ട് കുത്താൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് നമ്മുടെ നന്നായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനോട് കൂടി ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് സ്ട്രാറ്റജിക് പ്ലാൻ ആണ്, ഹൈ ലെവൽ അപ്രോച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സിലബസിനകത്ത് എല്ലാവരും ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. കേൾക്കണേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സിലബസിനകത്ത് പ്രയോറിറ്റി 1 ആയിട്ട് പറയുന്നത് സയൻസ് ആൻഡ് മാത്സ് ആണ്. നമുക്കറിയാം 30+30 60 മാർക്ക് അല്ലെ. ഇത് സ്വാഭാവികമായിട്ടും കൺസെപ്റ്റ് ബേസ് ആയിട്ടും അതുകൊണ്ട് തന്നെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് രണ്ടും NCERTയുടെ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ടെസ്റ്റിൽ നിന്നാണ് ചോദ്യം വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ 60 മാർക്ക് എന്ന് പറയുമ്പോൾ 60% ആണ് ഈ ഭാഗം അല്ലെ. 60 എക്സാമിന്റെ 60% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന സയൻസ് ആൻഡ് മാത്സിനായിരിക്കണം. കാരണം ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് റിട്ടേൺ എന്ന് പറയാൻ എന്തുവാ മാർക്ക് നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതായിരിക്കണം നമ്മുടെ സ്കോറിംഗിന്റെ ഫൗണ്ടേഷൻ ഭാഗം എന്ന് പറയുന്നത്. പ്രയോറിറ്റി 2നെ കുറിച്ച് പറയുവാണെങ്കിൽ എടുക്കേണ്ടത് റീസണിങ് ആണ്. അറിയാം 25 മാർക്കാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ സ്പീഡ് ആൻഡ് ആക്യുറസി ഇംപ്രൂവ് ചെയ്യണം. അത് ഫോക്കസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നൊരു ചെറിയ പ്രശ്നം മാത്രമേ ഈ റീസണിങ്ങിന്റെ ഭാഗത്തുള്ളൂ. പ്രയോറിറ്റി 3 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. വളരെ മാർക്ക് കുറഞ്ഞ 15 മാർക്ക് വരുന്നു. മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും കേട്ടോ. 15 മാർക്ക്. ഇത് സ്വാഭാവികമായിട്ട് ഒരു വോളറ്റൈൽ സെക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്റ്റാറ്റിക് GK ഇവിടെ വരുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ വരുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ലാസ്റ്റ് 6 മന്ത്സിന്റെ കറണ്ട് അഫയേഴ്സ് വരെ ചോദിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനകത്ത് കൂടുതൽ അങ്ങ് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ലാസ്റ്റ് 6 മന്ത്സ് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പ്രയോറിറ്റി 3 ആയുള്ള ജനറൽ അവയർനെസ്. ഇതാണ് കറക്റ്റ്ലി പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ് കൂടുതൽ പഠിക്കേണ്ടത്, എവിടെ കുറവ് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിലേക്ക് എത്താനായിട്ട്. ഇനിയും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ ടൈം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എക്സാമിന് നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾ എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ എക്സാമിന് നിങ്ങൾ എടുക്കേണ്ട ഒരു പ്ലാൻ ആണ് ഈ കാണുന്ന ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി പ്ലാൻ. ഇത് നമുക്കറിയാം 90 മിനിറ്റ് ആണ് എക്സാമിനുള്ളത്. ഓക്കെ, ഇതില് നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻസ് കണ്ട് എഴുതിയിട്ടുള്ളവർക്കറിയാം, കണ്ടു പോകുമ്പോൾ നമ്മൾ 3 റൗണ്ട് ആയിട്ട് വേണം പോകാനായിട്ട്. 3 റൗണ്ട് പക്ക 3 റൗണ്ട്. റൗണ്ട് 1ൽ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും റീസണിങ്ങിന്റെയും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എളുപ്പം ചെയ്തു പോകണം. എത്ര, ഒരു 30 മിനിറ്റ് എടുത്ത് എല്ലാം നമുക്കറിയാവുന്ന ഈ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് ഒരു 50-60 മാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ 30 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടുള്ള ഭാഗം തീർക്കണം. വീണ്ടും റൗണ്ട് 2ൽ പോവുകയാണ്. റൗണ്ട് 2ല് മാത്തമാറ്റിക്സ് റീസണിങ്ങിന്റെ മീഡിയം ക്വസ്റ്റ്യൻ ആണ് എടുക്കേണ്ടത്. ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞേക്കുക, അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രം എടുക്കുക. ഇത് 50 മിനിറ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇവിടെ കുറച്ച് സമയം കൂടുതലുണ്ടല്ലേ, കാരണം ഇത് ഒരു കോർ ഭാഗമാണ്. നമുക്ക് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഭാഗം എടുക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇച്ചിരി സമയം കൂടുതൽ കളയേണ്ടി വരുന്നത്. പ്രോബ്ലംസ് വരാം, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് 50 മിനിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൂടാതെ റൗണ്ട് 3ൽ ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് ഇപ്പം 50-80 മിനിറ്റ് അല്ലെ, നമുക്ക് ആകെ 90 മിനിറ്റേ ഉള്ളൂ. 80 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 80-85 ക്വസ്റ്റ്യൻസ് എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ റൗണ്ട് 3ൽ ജസ്റ്റ് ഒരു റിവ്യൂ ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് 10 മിനിറ്റ് എടുത്ത്. ഇതിനകത്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ, മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമ്മൾ എടുത്തിട്ട്
നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ഭാഗം വല്ലതും ഉണ്ടോ, അല്ലെ? അത് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി എഴുതി നമ്മുടെ എക്സാം നിർത്തുന്ന ഭാഗമാണ് ഈ പറഞ്ഞ റൗണ്ട് 3. ഈ ഒരു രീതിയിൽ വേണം ശരിക്കും നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോഴും കേട്ടോ. ഇത് മാത്രമല്ല, ഏത് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം പോകാൻ. കാരണം നമുക്ക് പല പല കളേഴ്സിലാണ് ഇത് ഗ്രീൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്, ദെൻ ഡൗട്ട് ഉള്ളത് നമുക്ക് ഒരു പർപ്പിൾ കളറിൽ വരും. അങ്ങനെ നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇനി റൗണ്ട് പറഞ്ഞത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എന്ന രീതിയിൽ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ വേണം നിങ്ങൾ എക്സാമിനെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എക്സാമിന്റെ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇനിയും പറയേണ്ടത്, എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സാം ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റഡി പ്ലാൻ ഉറപ്പായിട്ടും നമ്മൾ ഫോളോ ചെയ്യണം. ഇതില് ഡെയിലി റൊട്ടീനായിട്ട് പറയാനുള്ളത്, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കണം. 1.5 മണിക്കൂറത്തെ മോക്ക് ടെസ്റ്റ് പറയാം. അതിനകത്ത് മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്യണം. ദെൻ ടെക്നിക്കൽ റിവിഷൻസ് ഉണ്ടായിരിക്കും 2 മണിക്കൂർ, ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കണം 1 മണിക്കൂർ, റീസണിങ് 1 മണിക്കൂർ ഉപയോഗിക്കണം, ജനറൽ സയൻസിന് 30 മിനിറ്റ്. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ എത്ര വരും? ഒരു 6 മണിക്കൂറിന്റെ എക്സാം ആണ് നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ടത്. 6 മണിക്കൂറാണ് എക്സാമിന് വേണ്ടി ഒരു ദിവസം നമ്മൾ ചെലവഴിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഡെയിലി റൂട്ടീൻ. ഇനി വീക്ക്ലി ടാർഗറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം മോക്ക് ടെസ്റ്റ് ഒരു 2 തൊട്ട് 3 വരെയുള്ള ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കണം. നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഇപ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, എങ്കിലും അങ്ങനെ നോക്കണം. ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരിക്കണം, ഫോർമുലാസിന്റെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു നോട്ട് ഉണ്ടായിരിക്കണം. ഇത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ, നമ്മുടെ മോക്ക് ടെസ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു മിസ്റ്റേക്ക് നോട്ട്ബുക്കും എപ്പോഴും വീക്ക് ടോപ്പിക്സിനെ കുറിച്ച് ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്മാർട്ട് പ്ലാൻ നടത്തി വരേണ്ടത്. ഓക്കെ, ഇനിയും ഈ എക്സാമിന് വേണ്ടി നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഒന്ന് ടെക്നിക്കൽ, നമ്മുടെ CBT 2-ലാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല. OP ടാൻഡൻ, രാഘവൻ ആൻഡ് വഹിദി, ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രി ബൈ സ്കൂക്ക് ആൻഡ് വെസ്റ്റ്. ഇത് ടെക്നിക്കൽ CBT 2-ലാണ്. CBT 1-ല് RRB CMA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അരിഹന്ത് പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ദിശ പബ്ലിക്കേഷൻസിന്റെ ഉണ്ട്. അത് പഠിച്ചാൽ വളരെ നന്നായിരിക്കും. നോക്കുന്നത് മോക്ക് ടെസ്റ്റിൽ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ദെൻ ജനറൽ അവയർനെസ് പഠിക്കാൻ വേണ്ടി ലൂസൻസ് ജനറൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ മനോരമ ഇയർ ബുക്ക്, അഫയേഴ്സ് ക്ലൗഡ്, GK ടുഡേ, അത് മന്ത്ലി ക്യാപ്സുൾ ആണ്. അത് പഠിച്ചാലും ജനറൽ അവയർനെസ് നമുക്ക് കിട്ടും. ദെൻ റീസണിങ്ങിന് വേണ്ടി RS അഗർവാളിന്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒലിവ് ബോർഡിന്റെ മോക്ക് ടെസ്റ്റുകളും ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ജനറൽ സയൻസിന് വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നമ്മുടെ NCERT-യുടെ 8th തൊട്ട് 10th വരെയുള്ള സയൻസ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ലൂസൻ ജനറൽ സയൻസ് പറയുന്ന ടെക്സ്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ജനറൽ സയൻസ് ഭാഗം ക്ലിയർ ആക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഒരു റെഫറൻസോട് കൂടി നമുക്ക് വേണമെങ്കിൽ, സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിലും റെഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക്, സ്വാഭാവികമായിട്ടും മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാനിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ബിഗ് ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ബാച്ചസ് ഫോർ RRB CMA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പക്ക ഈ കണ്ട ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ജസ്റ്റ് ബാച്ചിൽ ഇരുന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് എക്സാമിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റത്തോടു കൂടി ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ് RRB CMA-യുടെ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ. അപ്പോൾ അതിനകത്ത് മാക്സിമം ജോയിൻ ചെയ്യാൻ പറയുന്നു. കാരണം അത് പറയാൻ കാരണം, നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് പഠിക്കുന്നവരൊക്കെ വെറും 10% പേരെ കാണുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CMA-യുടെ എക്സാം ഒക്കെ ആകുമ്പോൾ കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുത്ത് പഠിക്കണമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം അതിൽ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനുള്ള ഈ കണ്ട 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ലൈവ്, അതുകൂടെ റെക്കോർഡ് ക്ലാസ്, എല്ലാ സിലബസ് ബേസ്ഡ് ഉള്ള എല്ലാ ടോപ്പിക്കിന്റെയും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട്സ് ഉണ്ടാവും. അതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നല്ല രീതിയിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരു കോഴ്സായിട്ടാണ് നമ്മൾ ഇത് മാറ്റിയിട്ടുള്ളത്. കൂടാതെ മോക്ക് ടെസ്റ്റും മോഡൽ ടെസ്റ്റുകളും പഴയ പാസ്സായിട്ടുള്ള വളരെയധികം പല റാങ്ക് ഹോൾഡേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുമുള്ള കുറെ പ്രചോദനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി ഈ പറയുന്ന കോഴ്സ് റെഡിയാക്കിയിട്ടുള്ളത്.
താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമോ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഉറപ്പായിട്ടും നമ്മളത് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ എയ്ഡും ചെയ്തു തരുന്നതാണ്. മാക്സിമം കോഴ്സ് എടുത്ത് പഠിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇത്രയും ടൈം ബോണ്ടഡ് ആയിട്ട് നമുക്ക് എക്സാമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു കോഴ്സ് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് പറ്റിയ ഒരു കോഴ്സാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി RRB CMA കോഴ്സ്. അപ്പൊ മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ള നമ്മുടെ 60 days സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. മാക്സിമം എഫേർട്ട് ഇട്ട് എല്ലാവരും പഠിക്കുക. എക്സാമിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എപ്പോ വേണമെങ്കിലും ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആ ഡേറ്റ് എടുത്ത് ഞാൻ 60 daysന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അതനുസരിച്ച് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന രീതിയിൽ നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം അതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഇനിയുള്ള ഒരു 2-2.5-3 മാസത്തിൽ നല്ല പഠിത്തത്തോടു കൂടി നല്ലൊരു പോസ്റ്റിലേക്ക് RRBയുടെ CMA പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു സെഷനുമായിട്ട് കാണാം. ഇത്രയും നേരം കേട്ടതിന് വളരെയധികം താങ്ക്സ്. താങ്ക് യു.